ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നല്ല മഴയുള്ള ദിവസം കുറച്ച് മുറിച്ച മീൻ കിട്ടിയാലോ അടിപൊളിയല്ലേ, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഞാനിതൊന്ന് ചെറിയതായി കട്ട് ചെയ്തിട്ട് ഒരു മീൻ രണ്ടാക്കി. അപ്പോൾ ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, കുരുമുളക്, പിന്നെ ഇത് കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വെക്കണം കേട്ടോ. എങ്കിൽ എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ആ മുളക് പൊടിയൊക്കെ ഒരു കുത്തുണ്ടാവും, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കുറുകിയിരിക്കണവർക്ക് അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതേ നല്ല തിളച്ച് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇട്ട് കൊടുത്തിട്ട് ആ സമയത്ത് തന്നെ ഒന്ന് ചട്ടി പിടിച്ചതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ പറയുന്നത് പുതിയാപ്പിളക്കോരാന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഈ പേരെന്നൊന്നും പറയണേ. അപ്പോൾ ഇത് ഇത്രയുള്ള വീഡിയോ, അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ.